കിബർ കാണിച്ച് എല്ലാം തകർത്ത് കത്തിച്ച് ചാമ്പലാക്കട. ഇവിടെ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങളെ ആരും ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്ന് അവൻ കരുതി. അള്ളാഹ് എന്ത് ചെയ്ത്? ചെറിയ ഉമ്മ, അതും കൊടും തണുപ്പിൽ കാറ്റടിപ്പിച്ച്. അതാണ് അള്ളാന്റെ തർത്തീബ്. സാധാരണഗതിയിൽ കൊടും ചൂടിലാണ് ഈ കാറ്റ്, ഈ കത്തലൊക്കെ കൊടും ചൂടിലാ സംഭവിക്കുക, കൊടും തണുപ്പിൽ ഇതൊന്നും ഇല്ല. പക്ഷെ അള്ളാന്റെ തർത്തീബ് തിരിച്ചു. സുഖലോലുപർ താമസിച്ചിരുന്ന ആഡംബര കൊട്ടാരങ്ങൾ, സ്വർണ കൊട്ടാരങ്ങൾ, ആഡംബര ഭവനങ്ങൾ, ഭൂമിയിലെ സ്വർഗങ്ങൾ എല്ലാം നിമിഷ നേരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്ത് കളിച്ചെറിഞ്ഞു. ഒരു പാടാണ് ഇതൊക്കെ. എവിടെ ആയാലും ഇതൊരു പാടാണ്. അഹങ്കരിക്കുന്നവനെ അള്ളാഹ് വിടൂല. അത് അള്ളാന്റെ തർത്തീബാണ്. കുറച്ചു ദിവസമൊക്കെ ഇങ്ങനെ വിട്ടുകൊടുക്കും. പൊയ്ക്കോ ചൂണ്ടയിട്ട് കൊടുക്കാൻ. നാം അവൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും. നിങ്ങൾ വിചാരിക്കും അള്ളാഹ് മണ്ടനാണ്, പൊട്ടനാണ്, ചെട്ടിയാണ്. പടച്ചവനെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ കരുതുന്നത്. ഇത് അള്ളാഹ് ഒന്നും കേൾക്കുന്നൊന്നും ഇല്ലടാ, ഒരു വർഷം കൊണ്ട് നമ്മൾ ദുആ ഇരുന്നിട്ട് എത്ര വർഷമായിട്ട് ദുആ ഇറക്കുന്നു, പൊട്ടൻ, അള്ളാഹ് ഒന്നും കേൾക്കൂല. നമ്മൾ അങ്ങനെയാണല്ലോ. ഒരാള് മദീന പള്ളിയിൽ നിന്ന് നിലവിളിച്ച് ദുആ ചെയ്തു, ഭയങ്കര റസൂലുള്ളാഹി പറഞ്ഞേ, അള്ളാഹ് പൊട്ടനും ചെട്ടിയൊന്നുമല്ല, നീ ഇങ്ങനെയാണ് നിലവിളിക്കൊന്നും വേണ്ട, നീ സർവ്വസാധാരണമായി ഖൗഫോടുകൂടി ദുആ ചെയ്യും. ആണ് റഗബൻ വറഹബ. ആശയോടും ആശങ്കയോടും കൂടി നീ അള്ളാഹ് എടുത്ത് വിളിക്കുക. നിങ്ങളുടെ നിലവിളിക്കാൻ പൊട്ടിത്തെറിക്കൊന്നും വേണ്ട, പഠിച്ചെല്ലാം കേൾക്കും. എല്ലാ രഹസ്യങ്ങളും അള്ളാഹ് അറിയാം. നമ്മുടെ കൽബിന്റെ ഉള്ളിൽ മന്ത്രോച്ചാരണം പോലും പഠിച്ചവൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നീ അള്ളാഹ് എടുത്ത് ഖൗഫോട് കൂടി നീ ദുആ ഇറക്ക്. അതല്ലേ നമ്മൾ ചെയ്യേണ്ട. രാത്രിയൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ തെറ്റുകൾ ഓർത്ത് കരഞ്ഞ് ഏങ്ങലടിച്ച് നമ്മൾ ദുആ ഇറക്കണം. ഇതാണ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. ഏങ്ങലടിച്ച് ദുആ ഇറക്കണം. അങ്ങനെ ഖൗഫോടുകൂടി ദുആ ഇറക്കണം. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അത് ഖൗഫിന്റെ അടയാളാണ്. ഇല്ലെങ്കിൽ അഹങ്കാരാണ്, കിബർ വന്നു പോകും. കിബർ ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊറ്റ കിബർ. എന്താ പറഞ്ഞത് കേട്ടില്ല. നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞാല് അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സൗകര്യമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കിബറിനാണെന്ന് അതിന്റെ അർത്ഥം. വാപ്പ പറയുന്ന മോനെടാ അവിടെ പോയി സാധനം വാങ്ങിച്ചിട്ടോ, എന്നെ കൊണ്ട് ഇപ്പൊ കഴിയില്ല, അവൻ ഏറ്റവും വലിയ കിബറായി. പിന്നെ വാപ്പായി അവനോടുള്ള ബന്ധം അവിടെ കുറയാനതൊരു കാരണമാകും. ഒരു അധ്യാപകൻ കുട്ടിയോട് പറയുന്നു അത് ചെയ്തോണ്ട് വരണം, പറ്റൂല, തീർന്നു. ആ ബന്ധം ഉലയുകയാണ് അവിടെ. വൈദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. ആദമിനെ സുജൂദ് ചെയ്, അല്ലാഹുവാ പറഞ്ഞത്. സ്രഷ്ടാവായ അല്ലാഹുവാണ് പറഞ്ഞത് ഇബ്ലീസിനോട്. മലക്കുകളോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു സുജൂദ് ചെയ്യ ആദമിന്. അല്ലാഹ് പറഞ്ഞാൽ ചെയ്യാലോ. അല്ലാഹ് ഇപ്പൊ ആർക്ക് വേണം സുജൂദ് ചെയ്യുന്നത്? അല്ലാഹ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അല്ലാഹ് പറഞ്ഞാൽ ചെയ്യാം. അല്ലാഹ് പറഞ്ഞ വൈദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. മാലാഖമാരെല്ലാം ഒന്നടങ്കം സുജൂദിൽ വീണു, ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് ഒഴികെ എല്ലാരും വിട്ടു. അബാ വസ്തക്ബർ. ഇവിടെ അല്ലാഹു ഉപയോഗിച്ചു നോക്ക്, കിബറനായി. അബാ, അവൻ നിഷേധിച്ചു. വസ്തക്ബറ, അവൻ ധിക്കാരിയും അഹങ്കാരിയുമായി പ്രൗഢി നടിച്ചു, കിബർ കാണിച്ചു. അപ്പോ അല്ലാഹ് എഴുതി തള്ളിയത് അങ്ങോട്ട്, വകാന മിനൽ കാഫിരീൻ. അല്ലാഹ് കിബറന്മാരെ അല്ലാഹ് ഉപയോഗിച്ചത് കാഫിരീങ്ങളുടെ കൂട്ടത്തിലാണ് കേട്ടോ. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. കിബറിനെ തൊട്ട് അല്ലാഹ് നമ്മളൊക്കെ രക്ഷിക്കട്ടെ. എത്ര വലിയ വാക്ക് അല്ലാഹ് ഉപയോഗിച്ചത്. അല്ലാഹ് എത്ര വലിയ വാക്ക് ഉപയോഗിച്ചത്. അബാ, അവൻ നിഷേധിച്ചു. വസ്തക്ബറ, അവൻ കിബർ കാണിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിറായി. അതൊരു ധിക്കാരമല്ലേ? അള്ളാഹുവിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒന്നും ഇല്ല എന്നൊരുത്തം പറഞ്ഞാൽ അവൻ ധിക്കാരിയാണ്, അവൻ കാഫിറാണ്. സോഷ്യൽ മീഡിയയിൽ എന്ത് സ്വർഗ്ഗമില്ല, നരകമില്ല, അല്ലെങ്കിൽ ഹൂർലിങ്ങളില്ല, ഇതൊക്കെ മുസ്ലിയാക്കന്മാര് വെറുതെ മുസ്ലിയാക്കന്മാരല്ല പറയുന്നത്, അള്ളാഹ് അല്ല പറഞ്ഞ ഖുർആനില്. അപ്പൊ അള്ളാഹ് ധിക്കരിച്ചവനായി, അവൻ ആരായി? കാഫിറായി. അബാ, അവൻ നിഷേധിച്ചവനായി, ഇസ്ലാമിക നിയമങ്ങളെ നിഷേധിച്ചവനായി, ആഖിറത്തെ നിഷേധിച്ചവനായി, പരലോകത്തെ നിഷേധിച്ചവനായി. വകാന മിനൽ കാഫിരീൻ, കാഫിറായി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊക്കെ ഇസ്ലാമിന്റെ ഒരു നിയമങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം.
നമ്മുടെ നാവിൽ നിന്നറിയാതെ ഈ നിയമങ്ങൾ ഉള്ള നിയമങ്ങൾ ഇല്ല എന്ന് നമ്മൾ വരുത്തി തീർന്ന നമ്മൾ കിബിറന്മാരായി മാറി. കിബിറന്മാരുടെ സങ്കേതം എവിടെ? നരകാണ്. അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കും, കിബിറിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അഹങ്കാരം നമുക്ക് പറ്റിയല്ല. അൽ കിബ്രിയാഉ റിദായി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അഹങ്കാരം അത് എന്റെ മൂടുപടമാണ്. അത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹ് ഇത്രയും വലിയ ഒരു രാജാവ്, ഒരു സൃഷ്ടാവായിട്ട് അള്ളാഹ് ഖുർആനിൽ ഒരു സ്ഥലത്ത് എന്തേ പറഞ്ഞിട്ടുള്ളൂ? മുത്തക്കബ്ബർ, ഞാൻ വലിയ അഹങ്കാരിയാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അള്ളാഹ് പറഞ്ഞിട്ടുള്ളതെല്ലാം കരുണയുള്ളവനാണ്, കരുണാവാരിധിയാണ്, ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്നൊക്കെ അള്ളാഹ് പറഞ്ഞത്. പടച്ചവനെ, നമുക്കങ്ങാണ് ഒരു ഇച്ചിരി പണവും പത്രാസും ഒരു നല്ല വണ്ടിയൊക്കെ കിട്ടിയ അള്ളാഹ് എന്താ അതിന്റെ കിബർ? എന്താ ഇപ്പൊ പറഞ്ഞു തീർക്കേണ്ടതുണ്ടോ? പറഞ്ഞു തീർക്കാനുണ്ടോ? മൻ തവാളഅ റഫഅഹുല്ലാഹ് വമൻ തഅലമ വദഅഹുല്ലാഹ്. ആര് കിബർ കാണിക്കുന്നുവോ അള്ളാഹ് അവനെ എടുത്തിട്ടടിക്കും ഭൂമിയില്. ആര് വിനയം കാണിക്കുന്നുവോ വാനോളം അള്ളാഹു അവനെ ഉയർത്തും. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരിക്ക് ഒരു പതന അള്ളാഹ് കൊടുക്കും. അത് ഉടനെ ഒന്നും കാണൂല. ഏത് അഹങ്കാരികൾക്ക് അള്ളാഹ് കൊടുക്കും. അപ്പൊ പാപത്തിന്റെ ഏറ്റവും വലിയ മഅസിയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം 3 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് കിബർ. ഈ കിബറാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനും മലക്കുകളെക്കാൾ പദവി ഉണ്ടായിരുന്ന ഇബ്ലീസിനെ ശപിക്കാനും അവനെ കാഫിറിലേക്ക് കൊണ്ടെത്തിക്കാനും കാരണം ഈ കിബറാണ്. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. കിബർ. രണ്ടാമത് നമ്മുടെ ഈ പാവങ്ങളുടെ അടിസ്ഥാനം ഹിർസ്, അത്യാഗ്രഹം. അത് നമ്മളെ പാവത്തിലെ കൊണ്ടെത്തിക്കും. അത്യാഗ്രഹം. അപ്പൊ നമുക്ക് കുറച്ച് പണം വേണം. അവിടെ ഹലാലും ഹറാമും നോക്കൂല. പണം. ഇപ്പൊ ഇല്ല, ഫോൺ വിളിക്കുമ്പോ കണ്ടില്ലേ മനുഷ്യൻ ഇടങ്ങേറായത്. ഇതിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ലോട്ടറി അടിച്ചോ, അതടിച്ചോ, ഇതടിച്ചോ, മറ്റേ അടിച്ചൊക്കെ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നമ്മളെയൊക്കെ വിളിച്ച് പറയുന്നുണ്ടാകും. പണം ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് പണം. 10,000 രൂപ കൊണ്ട് തുടങ്ങിയ ഒരാൾ 1 വർഷം കൊണ്ട് 2 കോടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല പല പരസ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ അതിൽ വീണു പോകും. എന്താ അതിന്റെ അർത്ഥം? അത്യാഗ്രഹം. 10,000 രൂപ കൊണ്ട് 1 കോടി എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ ലോട്ടറി എടുക്കുന്നത് അങ്ങനെയാണല്ലോ. ഈ ലോട്ടറി ഹിർസാണ്. ഒരു തനക്ക് 100 രൂപ കൊടുത്താൽ 10 കോടി തനക്ക് കിട്ടും. എങ്ങനെ കിട്ടും? 100 രൂപ കൊടുത്താൽ 10 കോടി. ഈ 100 രൂപ കൊടുത്ത് നമ്മൾ പോയി ലോട്ടറി എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് യാസി ഓതിക്കൊണ്ട് നടക്കാണ്. ഇതെങ്ങനെ കബൂലായി കിട്ടിയ അള്ളാഹ് പള്ളിയുടെ മൊത്തം പെണ്ണി അടിച്ചു കൊടുത്തേക്കാന്ന്. അബദ്ധവശാൽ അവനെങ്ങാനും അടിച്ചെന്നിരിക്കട്ടെ, ആദ്യം അവൻ ചെയ്യുന്ന നീയത്തതായിരിക്കും. എന്റെ ഒരു നീയത്തായിരുന്നു, നേർച്ചയായിരുന്നു, ഇത് അടിച്ചാൽ ഞാൻ പള്ളിക്ക് പെയിന്റ് അടിച്ചു കൊടുത്തേക്കാന്ന്. കമ്മിറ്റിക്കാർ 2 കൈ നീട്ടിരിക്കുക. ഹലാലോ ഹറാമോ, കാശ് വരട്ടെ, പണം വരട്ടെ, പണം പോയി പവർ വരട്ടെ എന്ന് പറയുന്നതല്ലേ അവർ നോക്കിയിരിക്കുക. എവിടുന്ന് ഹലാലോ ഹറാമാണ്. അപ്പൊ ചോദിക്കടാ, നീ ഒരു ഓട്ടോറിക്ഷക്കാരനല്ലേ, നിനക്ക് എവിടുന്ന ഈ 15 ലക്ഷം രൂപ പള്ളിക്ക് പെയിന്റ് അടിക്കാൻ നിനക്ക് എവിടുന്ന് കിട്ടി? അതൊക്കെ കിട്ടി. നല്ലൊരു കച്ചവടം നടന്നു, അൽഹംദുലില്ലാ. എന്താ കച്ചവടം അതൊന്നും പറയില്ല, അത് വലിയൊരു കച്ചവടമാണ്, റാഹത്താണ്. അവസാനം ചോദിച്ചൊരു ലോട്ടറി എടുത്തത് ഞാൻ നിയത്ത് ചെയ്തിരുന്നു, ഈ പള്ളിയുടെ മുന്നിൽ വന്ന് അള്ളാഹു ഇത് അടിച്ചാലും ഞാൻ ഈ പള്ളിക്ക് അടിച്ചു കൊടുത്തേക്കാം. അപ്പൊ അത് കബൂലായി. ആ നേർച്ച ഞാൻ നിറവേറ്റാണ്. അപ്പൊ സെക്രട്ടറി പറയും, അടുത്തും പറയണ്ട, നീ നമ്മൾക്ക് 2 രൂപ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ, രഹസ്യമായിട്ടിരിക്കണ്ട, അടുത്തും പറയണ്ട, കാര്യം നടക്കട്ടെ. അങ്ങനെ ഉണ്ടാവും സംഭവം. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അള്ളാഹു മനസ്സിലാക്കാത്ത പറഞ്ഞ പൈസ മതി ആൾക്ക്. ഹിർസ്, കാശ് കിട്ടണം. അത് എവിടുന്ന് എങ്ങനെ ഒന്നുമില്ല, പണം കിട്ടണം. മനസ്സിലാക്കുക, അതാണ് ഈ ഹിർസ്. ആർക്കുണ്ടായിരുന്നു? ആദം നബിക്ക് ഉണ്ടായിരുന്നു, സ്വർഗത്തിരുന്നപ്പോഴേ. ഇവിടെ തന്നെ കൂടാ അല്ലാഹു തആല പറഞ്ഞു, ആദമേ ആ മരത്തിന്റെ അടുത്ത് നീ ഇഷ്ടം പോലെ തിന്നോ. ഈ ഭൂമിയിൽ, ഈ സ്വർഗത്തിൽ നിനക്ക് തിന്നാനുള്ള എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന
فكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. തിന്നോളി, ഇഷ്ടം പോലെ തിന്നോ. ആദം ഇതിലൂടെ അങ്ങനെയുള്ള സഞ്ചരിച്ച് തിന്നോ. പക്ഷേ ഈ മരത്തിന്റെ അരികിലേക്ക് നീ എത്തരുത്, അത് മാത്രം തൊട്ടുപോകരുത്. ബാക്കിയൊക്കെ നീ പോയി തിന്നോളി, കുഴപ്പമില്ല, അത് മാത്രം തൊട്ടുപോകരുത്. അതിന്റെ പേരിൽ ഇസ്ലാത്തു വസ്സലാം റാഹത്തായി എല്ലാം കഴിച്ചു, തിന്നു, കുടിച്ചു, ഇങ്ങനെ നിന്നു. ഓ മൂപ്പിലാൻ വന്നു, മറ്റേ മൂപ്പിലാൻ ഇബ്ലീസ്. അതിന്റെ പേരിൽ ഇസ്ലാത്തു വസ്സലാമിനെ അള്ള പറഞ്ഞാണല്ലോ. പെട്ടെന്ന് അള്ള പറഞ്ഞത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് എതിർക്കാൻ പറ്റൂല. അപ്പൊ പെട്ടെന്ന് ആദമിന്റെ ഭാര്യയെ പോയി സോപ്പിട്ട നടക്കൂന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് ഇബ്ലീസ് പോയി ആദമിന്റെ ഭാര്യയായിട്ട് സമീപിച്ചത്. ഇത് എല്ലാം തിന്നാനുള്ള പറഞ്ഞിട്ട് ഇതെന്തുകൊണ്ട് തിന്നരുതെന്ന് പറഞ്ഞു. ഇതിനാണ് ആ സംഭവം ടേസ്റ്റ് ഉള്ളത്. ഇത് നിങ്ങൾ തിന്നാല് ഇവിടെ സ്ഥിരമായിട്ട് നിങ്ങൾ ഉണ്ടാവും. ഇത് നിങ്ങൾ തിന്നാല് ഇവിടെ ഓടിക്കാനുള്ള പദ്ധതിയാണ്. തിന്നാതിരുന്നാൽ ഓടിക്കാനുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിൽക്കണോ, സ്വർഗത്തിൽ നിൽക്കണമെന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തിന്നോളി. ആരെ സമീപിച്ച് ആദമിന്റെ അടുത്ത് നടക്കൂല. അള്ളാഹ് പറഞ്ഞ വാക്ക് ഒരിക്കലും സ്വീകരിക്കാനില്ല. പെണ്ണുങ്ങളാകുമ്പോ സോപ്പിടാൻ പറ്റും. ആള് ഈ ശിർക്കും കുഫറിലേക്കൊക്കെ ഈ പെണ്ണുങ്ങൾ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പോകുന്ന ആരാ? നമ്മൾ ജുമായ്ക്ക് പള്ളി പറഞ്ഞു വിട്ടിട്ട് കാക്ക വരുന്നതിന് മുമ്പ് തന്നെ ഓട്ടോറിക്ഷക്കാരനെ സെറ്റാക്കി വെക്കും. സുധീഷൻ റെഡിയായി നിൽക്കും. ഇടാ പള്ളി 12:25 നീ ഇവിടെ വരണം. കാക്ക പള്ളിയിൽ പോകുന്ന സമയത്ത് 1:35 ആകുമ്പോഴത്തേക്ക് ഇവിടെ തിരിച്ചു വരെയും വേണം. കറക്റ്റ് അവൻ വന്നിരിക്കും, സുധീഷൻ വന്നിരിക്കും. എന്നെ കയറിക്കൊണ്ട് ആമീനായും സബൂറായും കൂടെ ചേർന്ന് റാഹത്തായിട്ട് പെട്ടെന്ന് പോയി എല്ലാം നടത്തിയിട്ട് സിർക്കും കുഫറിന്റെ എല്ലാം മേടിച്ച് പോക്കറ്റ് വെച്ചോണ്ട് 1:35 ആകുമ്പോഴത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ചാപ്പാട് റെഡിയാണ്. എന്നിട്ട് കാക്കാടെ ചായക്കകത്ത് കലക്കി കൊടുക്കും, വെള്ളത്തിനകത്ത് കലക്കി കൊടുക്കും. പിന്നെ ഇവള് പറയുന്ന ലെവലിൽ ഇയാൾ നിൽക്കുകയും ചെയ്യും കറക്റ്റായി. ഈ ഹിക്കുമത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ജുമാടെ സമയത്താണ്. ആരും അറിയില്ലല്ലോ സംഭവം. ഈ സിർക്കിലേക്കും കുഫറിലേക്കും അത് പെട്ടെന്ന് പെണ്ണുങ്ങളെ സോപ്പിടാൻ പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പെണ്ണുങ്ങളെ. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരിമാരെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അതിൽ കുടുങ്ങിപ്പോയി ഇബ്ലീസിന്റെ പ്രേരണയിൽ. ഫഅസല്ലഹുമാ ശൈത്താനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി. പിശാചിന്റെ വലയിൽ രണ്ടുപേരും വീണുപോയി. എന്ത് ചെയ്യാൻ? ഇതാണ് നമുക്കെല്ലാം വരുന്ന പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏത് സമയത്തും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പറയണം. എപ്പോഴും എല്ലാ വിഷയത്തിനും കുടിക്കളയുന്നതാണ്. ഇബാദത്തുകൾ ചെയ്യുമ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഈ ശൈത്താന്റെ പണി അവിടെ കൊണ്ട് തുടങ്ങിയതാണ്. അപ്പൊ അതിൽ സ്ഥിരമായിട്ട് താമസിക്കാന്നുള്ള ഒരു ഹിർസ്, ഒരു മോഹം വന്നുപോയി, വ്യാമോഹം വന്നുപോയി. അപ്പൊ അള്ളാഹ് പറഞ്ഞതിന് എതിരെ പ്രവർത്തിച്ചു. ഇപ്പൊ നമ്മളും അങ്ങനെയാണല്ലോ. ഒരു അത്യാഗ്രഹം വരണമെങ്കിൽ അള്ളാഹ് പറഞ്ഞതിനെതിരെ ചെയ്യണം. നമ്മൾ ഹറാമ് തിന്നരുത്, പലിശ വാങ്ങരുത്, ലോട്ടറി എടുക്കരുത്, ചൂതാട്ടം പാടില്ല എന്നൊക്കെ നമ്മൾ അള്ളാഹ് പറയുമ്പോ അതിനോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഹലാലായ കാര്യങ്ങളോടല്ല നമുക്ക് താല്പര്യം, ഹറാമായ കാര്യങ്ങളോടാണ് നമുക്ക് താല്പര്യം. അതാണ് ശൈത്താന്റെ ഏറ്റവും വലിയ പണി. നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന അവിടെയാണ്. ഹലാലിനോട് നമുക്കൊക്കെ വെറുപ്പ, ഹറാം ഒന്ന് പറഞ്ഞു നോക്ക്, അതിനോടാണ് ജനങ്ങൾക്ക് മുഴുവൻ താല്പര്യം. ഓരോന്നോരോന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, വിട്ടോ ഇവിടെ ഇനി നിങ്ങൾക്ക് താമസിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ പറഞ്ഞതനുസരിക്കാത്തതിന്റെ പേരിൽ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് നമ്മളിതാ പുറത്താക്കുകയാണ്. കുറച്ച് നാള് അള്ളാഹു ഉദ്ദേശിക്കുന്ന കുറെ നാൾ വരെ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചു കൊള്ളുക. ഭൂമിയിൽ താമസിച്ചോളൂ. വലക്കും ഫിൽ അർളി മുസ്തഖർ വമതാഉൻ ഇലാ ഹീൻ. കുറെ നാൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം വരെ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചോളി. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പോകാം. ഉണ്ടോ? ആലോചിച്ച് നോക്കി. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ധിക്കരിച്ചപ്പോ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഓടിച്ചുവിടുകയാണ്.
ഒരാളൊരു വാടക വീട് തന്നിട്ട് അയാൾ പറയാണ്, ഇതാ ഇവിടെ ഭിത്തിയിലൊന്നും ചുമ്മാ എഴുതി വെക്കരുത്, ഇവിടുത്തെ പൈപ്പൊക്കെ സൂക്ഷിച്ചോണം, ലൈറ്റൊക്കെ സൂക്ഷിച്ചോണം, അവിടെ ചെടിയിലൊന്നും തൊട്ടുപോരുത്. അപ്പൊ ഇയാള് ആ വാടകയ്ക്ക് വീടെല്ലാം കൊടുത്തിട്ട് 2 മാസം ദുബായിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പം നല്ല വില കൂടിയ ചെടിയെല്ലാം ഉണങ്ങി നിൽക്കുന്നു. അതൊക്കെ പിള്ളേരാരുടെ കയറി ചൂടുള്ള എടുത്ത് ഒഴിച്ചായിരിക്കും. ബോർഡിൽ എഴുതുന്നതിന് പകരം ഭിത്തിയിലും മൊത്തം കുട്ടികൾ എഴുതി വെച്ചിരിക്കുന്നു. ബാത്റൂമിലൊന്നും വൃത്തിയില്ല, പൈപ്പ് 2 ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നു. ഇയാള് പറയും, പിന്നെ ഈ മാസത്തെ പൈസ തന്നില്ലാലും കുഴപ്പമില്ല, അടുത്ത മാസം വീട് കാലിയാക്കി തരണം, നിങ്ങൾ സ്ഥലം കാലിയാക്കി. അത് ഞങ്ങൾ നിന്റെ അടുത്ത് പറഞ്ഞല്ല കണ്ടീഷൻ, ഇത് ചെയ്യരുത്, ഇത് പിള്ളേരല്ലേ അങ്ങനെ. പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളങ്ങ് പോയിക്കോ, സ്ഥലം കാലിയാക്കി ഇറക്കി വിട്ട് പോയിക്കോളാൻ പറയും. ഇത് അള്ളാ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അള്ളാ അടുത്ത പണി അതല്ലേ. യാ അള്ളാ കടക്ക് പുറത്ത് അത് തന്നെ സംഭവം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വണ്ടി വിട്ടോളാൻ പറഞ്ഞു. ഇതിന്റെ കാരണം എന്താ? ഹിർസ്, അത്യാഗ്രഹം. അത്യാഗ്രഹമാണ് മനുഷ്യന് നന്മയിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നത്. അപ്പൊ പാപം അന്ന അസ്ലൽ മഅസിയത്തി സലാസത്തു അഷ്യാ, ഒരു പാപത്തിന്റെ 3 കാര്യങ്ങൾ അടിസ്ഥാനം. അതിൽ 1 കിബർ, 2 ഹിർസ്, 3 അൽ ഹസദ്, അസൂയ. ഒരുത്തൻ ഒരു ഖൈർ കിട്ടുന്നത് അടുത്തന് പിടിക്കൂല, ഒരുത്തന് 10 പൈസ കാശ് കിട്ടുന്നത് അവന് പിടിക്കൂല. ഇത് മാറൂല ഹബീബേ. ഇത് ആർക്കുണ്ടായി? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കൾക്കുണ്ടായി. വത്ലു അലൈഹിൻ അബനൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലാ അഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കളെ ഹാബീൽ എന്നൊക്കെ പറയൂലേ, ഇവർ രണ്ടുപേരും അള്ളാഹുവിന് ഒരു ഖുർബാനി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഹാബീൽ കുറെ പച്ചക്കറി കൊടുത്തു, വില കുറഞ്ഞ സാധനം. ഹാബീൽ ഒരു നല്ലൊരു മൃഗത്തെ വാങ്ങി ചേർത്ത് കൊടുത്തു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഹാബീലിൽ നിന്ന് അത് സ്വീകരിച്ചു, ഹാബീലിന്റെ തള്ളിക്കളയുകയും ചെയ്തു. അപ്പൊ അവിടെ വെച്ച് അവർക്ക് 2 പേർക്കും വിരോധം തുടങ്ങി, ഹസൂയ, ഹസദ്. അപ്പൊ ചേട്ടച്ചാര് പറഞ്ഞു, നിന്നെ ഞാൻ കൊന്നുകളയും, തട്ടിക്കളയും എന്ന് പറഞ്ഞു. നീ എന്നെ കൊന്നിട്ടൊന്നും കാര്യമില്ല, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നത് അല്ലാഹയെ ഭയപ്പെടുന്നവരിൽ നിന്ന് എന്തും അല്ലാഹു സ്വീകരിക്കും. അത് നേർച്ചയാകട്ടെ, അത് നോമ്പാകട്ടെ, അത് ഇബാദത്തുകളാകട്ടെ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ ഭാഗത്ത് നിന്ന് അല്ലാഹു സ്വീകരിക്കുള്ളൂ. ലൈം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദി ലിഅഖ്തുലക. നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈ നീട്ടിയാൽ ഞാൻ നിന്നെ കൊല്ലൂല. നീ ഇങ്ങോട്ട് എന്നെ അടിക്കാൻ വന്ന ഞാൻ നിന്നെ അടിക്കൂല. കാരണം എന്താ? എനിക്ക് ആഖിറത്തിൽ കൂലി കിട്ടണം. ഫതവഅത് ലഹു നഫ്സുഹു, അവൻ ആഗ്രഹിച്ച എന്താണ്? നീ എന്നോട് ഈ അതിക്രമം കാണിക്കുമ്പോ ഞാനത് ക്ഷമിച്ചാൽ നീ നാളെ നരകത്തിൽ പോയി കിടന്ന് അനുഭവിക്കും. അതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ എന്നെ ചെയ്തിട്ട് പോയിക്കോ, കൊന്നിട്ട് പോയിക്കോ. അങ്ങനെ ഹാബീൽ ഹാബീലിനെ കൊന്നുകളഞ്ഞു എന്നാണ്. അസൂയയുടെ പേരിൽ കൊന്നുകളഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? കാലാകാലം അവൻ നരകത്തിന്റെ അവകാശിയായി. അതാണ് ഒരാൾ ഇങ്ങോട്ട് നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വന്നാൽ നമ്മൾ ക്ഷമിച്ച് സബൂറാക്കി ഇരുന്നാല് നമുക്കതിന്റെ പ്രതിഫലം ഉണ്ടാകും എന്നതിന്റെ തെളിവാണിത്. ഭാവിയിൽ അതിന്റെ ഗുണം നമുക്ക് കാണാം. ഈ വരുന്നവർക്ക് അള്ളാഹു അദാബ് നാളെ ആഖിറത്തിൽ കൊടുക്കും. കാരണം ഒരു അസൂയയുടെ പേരിലാണ് എന്ത് പ്രശ്നങ്ങളും ലോകത്തുണ്ടാകുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണിത്, അസൂയയുടെ പേരിൽ. അപ്പൊ അസൂയ, അപ്പൊ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെണ്ണിന്റെ പേരിൽ അവിടെ ഒരു പെണ്ണ് അത് ഇന്ന് സഹോദരങ്ങൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് കല്യാണം കഴിക്കാം. ആ ഒരു പെണ്ണിന്റെ പ്രശ്നത്തിലാണ് 2 പേരും ചർച്ചയുണ്ടായത്, പ്രശ്നമായത്. 2 പേരും പ്രശ്നമായത്. അപ്പൊ ലോകത്ത് ആദ്യമായി ഒരു കൊല നടന്നത് വർഗീയതയുടെ ഒന്നും പേരിലല്ല, അധികാരത്തിന്റെ ഒന്നും പേരിലല്ല, പെണ്ണിന്റെ പേരിലാണ്. പെണ്ണിന്റെ പേരിൽ ആദ്യമായിട്ട് നടന്ന ഈ കൊല. അപ്പൊ ഈ ആദ്യം കൊല ചെയ്ത ഹാബീല് ഖിയാമത്ത് നാൾ വരെ ലോകത്ത് എവിടെ കൊല നടന്നാലും ഇതിന്റെ ഒക്കെ ഒരു ശിക്ഷ അവൻ അവിടെ ഉണ്ടാവും. മൊത്തം അവിടെ എത്തും, എല്ലാവരും അംശം അവിടെ എത്തും.